നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതായത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പദ്ധതി വീണ്ടും രാജ്യത്ത് വലിയ ചർച്ചയാക്കാൻ BJP ദേശീയ നേതൃത്വം നീക്കങ്ങൾ ശക്തമാക്കുന്നു. വരുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ഇതിനായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആലോചന. ബില്ല് സഭയിൽ പാസ്സായില്ലെങ്കിൽ പോലും NDA ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നടത്താനുള്ള നീക്കവും സജീവമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ പാർട്ടിയിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രമുഖ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തിയാൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ 2029 അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പ് മറികടന്ന് ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുമെന്നാണ് സൂചന. ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. 2026 തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്ന കേരളത്തിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ടാകും. നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കിയും ചിലയിടങ്ങളിൽ നീട്ടി നൽകിയും മാത്രമേ 22 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 2029 ഒരുപ്പിക്കാനായിട്ട് സാധിക്കൂ എന്നതിനാൽ തന്നെ ഇതാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമായിട്ടും എതിർക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ വലിയ കുറവുണ്ടാക്കാമെന്നും പെരുമാറ്റച്ചട്ടം കാരണം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കാമെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വാദം. എന്നാൽ ഇത് സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് വിമർശനം. ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് NDA ഘടകകക്ഷികളുമായിട്ട് ഉന്നതതല ചർച്ചകൾ നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പാചകവാതക ഉപഭോക്താക്കളും അടിയന്തരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ഉടനടി ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിവരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് കണക്ഷനുകളുടെയൊക്കെ തന്നെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ അർഹരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സബ്സിഡിയും തുടർന്നുള്ള ഗ്യാസ് റീഫില്ലിംഗ് സേവനങ്ങളുമൊക്കെ തന്നെ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരും LPG വിതരണ കമ്പനികളും ചേർന്നുകൊണ്ട് ഇലക്ട്രോണിക് KYC അഥവാ നോ യുവർ കസ്റ്റമർ എന്ന ആ ഒരു KYC പ്രക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതിനായി ഉപഭോക്താക്കൾ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം വരി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഓഫീസുകൾ കയറിയിറങ്ങുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തികച്ചും ലളിതമായി തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഏതൊരാൾക്കും ഈ ഒരു KYC പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ അത് ഏത് കമ്പനിയുടേതാണോ അതിനനുസരിച്ചുള്ള ഔദ്യോഗിക ആപ്ലിക്കേഷനാണ് ആദ്യമായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പും, HP ഗ്യാസ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് HP പേ എന്ന ആപ്പും, ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ഹലോ BPCL എന്ന ആപ്ലിക്കേഷനുമാണ് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ഉപഭോക്താവിൻ്റെ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ബയോമെട്രിക് പരിശോധന കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിനായിട്ട് UIDAI ഔദ്യോഗിക ആപ്പായിട്ടുള്ള ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷൻ കൂടി നിർബന്ധമായിട്ടും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടതാണ്. തുടർന്ന് ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബുക്കിങ്ങിനായിട്ട് നിങ്ങൾ നിലവിൽ ഏജൻസിയിൽ നൽകിയിട്ടുള്ളതോ ആയിട്ടുള്ള ആക്റ്റീവായ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വേണം ഈ ആപ്പുകളിലൊക്കെ തന്നെ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനും. ലോഗിൻ ചെയ്ത ശേഷം അതിലെ KYC എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ആധാർ നമ്പറും OTP നൽകി ആധാർ ഫേസ് RD വഴി മുഖം സ്കാൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈവ് വെരിഫിക്കേഷൻ പൂർത്തിയാവുകയും KYC വിജയകരമായിട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇതിനോടകം തന്നെ, അതായത് 2024 മുതൽ 2026 വരെയുള്ള കാലയളവിനുള്ളിൽ തന്നെ ഏജൻസികൾ വഴിയോ ആപ്പുകൾ വഴിയോ ഈ KYC നടപടികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇത് വീണ്ടും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഇതുവരെയും ഇത് ചെയ്യാൻ സാധിക്കാത്തവർ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലോ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിലോ തടസ്സങ്ങൾ നേരിടാതിരിക്കാനായിട്ട് എത്രയും വേഗം തന്നെ ഈ പ്രക്രിയ മൊബൈലിലൂടെ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി നൽകുവരുന്ന പെൻഷൻ വിതരണത്തിനായിട്ട് ധനവകുപ്പ് 32 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ തുക ലഭ്യമായതോടെ വരാനിരിക്കുന്ന ഓണത്തിന് മുന്നോടിയായി തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ പ്രവാസികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ടെത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ ഫണ്ടിൽ നിന്നും തുക വകമാറ്റി ചെലവഴിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടാനും കുടിശ്ശിക വരാനും പ്രധാന കാരണമായി മാറിയത്.
എങ്കിലും നാടിൻ്റെ നട്ടലായിട്ടുള്ള പ്രവാസി സമൂഹത്തോട് സർക്കാരിനുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലെ തുക അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ കുടിശ്ശികയായി കിടക്കുന്ന മുഴുവൻ തുകയും എത്രയും വേഗം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനായിട്ട് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം MNRE നടപ്പിലാക്കുന്ന PM സൂര്യഘർ പദ്ധതിയിലൂടെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ വലിയൊരു ആശ്വാസ നടപടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഇന്ധന പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ US സംഘർഷങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഇന്ത്യയെ ബാധിക്കാതിരിക്കാനായിട്ട് പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നത്. രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരിൻ്റെ പ്രധാന പദ്ധതിയായിട്ടുള്ള പുരപ്പുറ സോളാർ പദ്ധതി കൂടുതൽ ജനകീയവും ആകർഷകവുമാക്കാനാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നീക്കം. നിലവിൽ വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന സാധാരണക്കാർക്ക് ലഭിക്കുന്ന 78,000 രൂപയുടെ സാമ്പത്തിക സബ്സിഡിക്ക് പുറമെയാണ് പുതിയ സാങ്കേതിക ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ട് നിർമ്മിച്ച സോളാർ സെല്ലുകൾ അതുപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ ആഭ്യന്തര വിപണിയിൽ ഇത്തരം സോളാർ സെല്ലുകളുടെ ലഭ്യതക്കുറവ് മൂലം സോളാർ പാനലുകളുടെ വില കുത്തനെ കൂടുവാനും ഇൻസ്റ്റലേഷൻ പ്രവൃത്തികൾ മാസങ്ങളോളം വൈകുവാനും കാരണമായി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായാണ് നിർബന്ധിത ഇന്ത്യൻ നിർമ്മിത വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് 2026 മെയ് 31 വരെ മാത്രം അനുവദിച്ചിരുന്ന ഈ പ്രത്യേക ഇളവ് ഇപ്പോൾ 2026 ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനം കേരളത്തിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് നേരിട്ട് നേട്ടമാകും. കേരളത്തിൽ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ഭൂരിഭാഗം റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളും KSEB സൗര പദ്ധതിയും പ്രവർത്തിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കിയാണ്. സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്വന്തം ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്നത് KSEB ഗ്രിഡിലേക്ക് നൽകുകയും രാത്രിയിലോ മഴക്കാലത്തോ വൈദ്യുതി തിരികെ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. മാസാവസാനം നൽകിയ വൈദ്യുതിയും ഉപയോഗിച്ച വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ബില്ലായിട്ട് നൽകേണ്ടി വരുന്നത്. പുതിയ സാങ്കേതിക ഇളവ് നിലവിൽ വന്നതോടെ വിപണിയിൽ സോളാർ പാനലുകളുടെ ക്ഷാമം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയും പാനലുകൾ കുറഞ്ഞ വിലയിൽ തടസ്സമില്ലാതെ ലഭ്യമാവുകയും ചെയ്യും. ഇതിനകം സോളാർ പദ്ധതികൾക്കായിട്ട് അനുമതി ലഭിച്ചിട്ടും പാനലുകളുടെ കുറവ് മൂലം ഇൻസ്റ്റലേഷൻ വൈകിയവർക്ക് വേഗത്തിൽ പണി പൂർത്തിയാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. സ്വന്തം വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് പ്രതിമാസ കറണ്ട് ബില്ല് വൻതോതിൽ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഡിസംബർ 31 വരെയുള്ള സമയം വളരെ മികച്ചൊരു അവസരമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഓണക്കാല ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വർഷത്തെ സൗജന്യ ഓണക്കിറ്റ് വിതരണം AY മഞ്ഞ കാർഡ് ഉടമകൾക്കിടയിൽ 100% വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണനാളുകളിൽ ആശ്വാസമേകാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഈ സൗജന്യ ഓണക്കിറ്റിൽ ഉയർന്ന ഗുണനിലവാരമുള്ള തുണിസഞ്ചി ഉൾപ്പെടെ ആകെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിൽ ഏകദേശം 884 രൂപയോളം മൂല്യം വരുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഓണത്തിന് മുൻപേ തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കൈകളിൽ സുരക്ഷിതമായി തന്നെ എത്തിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മൂലമോ മറ്റ് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാലോ ഉത്രാടം നാൾ വരെ കിറ്റ് കൈപ്പറ്റാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ മാസത്തെ 31-ാം തീയതി വരെ കിറ്റുകൾ വാങ്ങി കൈപ്പറ്റുന്നതിനുള്ള അധിക സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓണാഘോഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് ഉത്രാട ദിവസം വരെ റേഷൻ കടകൾ പ്രത്യേക സമയക്രമത്തിൽ സജീവമായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാവരും മുൻകൂട്ടി തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് പുറമെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി വിതരണവും നിലവിൽ റേഷൻ കടകൾ വഴി തടസ്സമില്ലാതെ പുരോഗമിക്കുന്നുണ്ട്. ഓണക്കാലത്തെ പൊതുവിപണിയിലെ അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റവും പൂഴ്ത്തിവയ്പും പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്തുന്നതിനായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഉത്രാടം വരെ സജീവമായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന 13-ൽ പരം നിത്യോപയോഗ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പഞ്ചസാര ഉൾപ്പെടെയുള്ള മറ്റ് അവശ്യ സാധനങ്ങളും വളരെ തുച്ഛമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് വിപണിയിൽ വൻ വിലവർധനവുള്ള വെളിച്ചെണ്ണ കേവലം 229 രൂപ എന്ന പ്രത്യേക സബ്സിഡി നിരക്കിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ജനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. കൂടാതെ വീടുകളിലേക്ക് ആവശ്യമുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പ്രത്യേക വിലക്കിഴിവോടെയും ആകർഷകമായിട്ടുള്ള ഓഫർ പാക്കുകളായിട്ടും കോംബോ ഓഫറുകളായിട്ടും സപ്ലൈകോ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതവും സബ്സിഡി സാധനങ്ങൾ മുൻകൂറായിട്ട് വാങ്ങാനുള്ള സൗകര്യവും സപ്ലൈകോ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് 2 ലിറ്റർ വരെ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ഒരേ സമയം കൈപ്പറ്റാൻ സാധിക്കും. എന്നാൽ സർക്കാരിൻ്റെ റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് 3 അതിലധികമോ മാസങ്ങളിൽ കൈപ്പറ്റാതിരുന്നാൽ അത്തരം ആളുകളുടെയൊക്കെ തന്നെ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും തരം മാറ്റാൻ ഇടയുള്ളതിനാൽ തന്നെ അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് തന്നെ വാങ്ങാനായിട്ട് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച അതായത് 19-ാം തീയതി മുതൽ അതിവേഗം വിതരണം പുരോഗമിക്കുന്ന ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയതും വിശദവുമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും പണം ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നിലവിലെ നടപടികളൊക്കെ തന്നെ നൽകുന്നത്.
കാരണം 2000 രൂപ വീതമുള്ള സാമ്പത്തിക ധനസഹായം അത് ഭൂരിഭാഗം ആളുകളുടെയും അക്കൗണ്ടുകളിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും നേരിട്ട് കൈകളിൽ തുക ലഭിക്കേണ്ട ചില മേഖലയിലുള്ളവർക്കും കേന്ദ്രവിഹിതം കുടിശ്ശികയുള്ളവർക്കും കൂടി അത് കൃത്യമായിട്ട് എത്തിച്ചു നൽകാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൽ നിന്ന് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള വിഹിതം അത് ലഭിക്കാനായിട്ട് അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള 1500, 1700 അല്ലെങ്കിൽ 1800 എന്നീ തുകകൾ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണം അത് ഇന്ന് മുതൽ തടസ്സമില്ലാതെ ആരംഭിക്കുകയാണെന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരുന്ന ഈ ഓണവും അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉത്രാട ദിനം വരെ പെൻഷൻ വിതരണ പ്രക്രിയയിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനുശേഷമുള്ള പൊതു അവധി ദിനങ്ങളിൽ സഹകരണ സംഘങ്ങളുടെയും ഏജന്റുമാരുടെയും ഒക്കെ തന്നെ പ്രവർത്തനത്തെ ബാധിച്ച് വിതരണത്തിൽ ഭാഗികമായിട്ട് കാലതാമസം നേരിടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഓഗസ്റ്റ് മാസം 31-ാം തീയതിക്ക് മുൻപായി തന്നെ മുഴുവൻ ആനുകൂല്യങ്ങളും അർഹരായിട്ടുള്ള എല്ലാവരുടെയും കൈകളിലേക്ക് തടസ്സമില്ലാതെ എത്തിച്ചു തീർക്കുമെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതിനായിട്ട് സഹകരണ സംഘങ്ങളിലേക്ക് ആവശ്യമായ ഫണ്ട് ഘട്ടം ഘട്ടമായിട്ട് എത്തുന്ന മുറയ്ക്ക് കൃത്യമായ ഗുണഭോക്തൃ ലിസ്റ്റുകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ പണം കൈമാറുന്ന പ്രക്രിയ എല്ലാ പ്രദേശങ്ങളിലും സജീവമായി നടന്നു വരുന്നുണ്ടെന്നും ഇപ്പോൾ ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ അക്കൗണ്ടുകളിലോ നേരിട്ടോ തുക ലഭിച്ചവർ ആ കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തെ സഹകരണ സംഘങ്ങളിൽ ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ മറ്റ് നിരവധി ആളുകൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് അത് വലിയ തോതിൽ ഉപകരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പിന് പിന്നാലെ ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,950 രൂപയും പവന് 1,19,600 രൂപയുമാണ് ഞായറാഴ്ചത്തെ വിപണി നിരക്ക്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.